ഇതാണ് ഏറ്റവും ഉയരം കൂടിയ ഗണപതി. പണി തീർന്നിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും ഹൈറ്റ് കൂടിയ വിനായകൻ, 17 അടി. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, തീർന്നിട്ടില്ല. പതിനേഴ് അടി വിഗ്രഹം. ബോഡിക്ക് മൊത്തം പറഞ്ഞിട്ടുള്ള ചേച്ചിയുടെ 9 അടി. പണി പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്, തീർന്നിട്ടില്ല, എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കും. ഇദ്ദേഹമാണ് ഈ വിഗ്രഹങ്ങളുടെ ശില്പി. ഇദ്ദേഹത്തിന്റെ പേര് പറയൂ. എന്റെ പേര് രാഹുൽ. രാഹുൽ എവിടെ സ്ഥലം? അത് പാലക്കാട്, കൊടുമ്പ്. പാലക്കാട് നിന്ന് ഒരു 5 കിലോമീറ്റർ. ഓക്കെ. എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഇത് നമ്മൾ പാരമ്പര്യമായി ചെയ്യുന്നതാണ്, പ്രൊഫഷണലായി ചെയ്യുന്നതാണ്. എത്ര വർഷമായി ഇത്? അച്ഛൻ മുത്തശ്ശൻ ഒരു 19 കൊല്ലത്തിന്. ഇപ്പൊ നിങ്ങൾ വിഗ്രഹങ്ങൾ എത്ര മാസം കൊണ്ടാണ് ഇത് പണി ചെയ്യുന്നത്? ഇത് മാക്സിമം ഒരു 3 മാസം തൊട്ട് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. സീസണിൽ ഓരോ വർക്ക് 3 മാസം തൊട്ട്. 3 മാസം കൊണ്ട്. ഇപ്പൊ എത്ര വിഗ്രഹങ്ങൾ? ഇനി ഒരു 10-50 വിഗ്രഹങ്ങളുണ്ട്. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സീസണിൽ എത്ര എണ്ണം പോകും? സീസണിൽ 200-300 പീസൊക്കെ പോകും. കാലാവസ്ഥ മഴ അതൊക്കെ ആയത് കാരണം. എത്ര സ്റ്റാഫ്, എത്ര വർക്കേഴ്സ്? ഞങ്ങളിവിടെ ഒരു 4-5 പേരുണ്ട്. അച്ഛനവിടെ? ഒരു മിനിറ്റ്. എന്താണ് പേര്? എൻ്റെ പേര് മനോഹര. ഇവിടെ തന്നെയാണ്. ഒറ്റപ്പാലത്ത് ഗണേശോത്സവം 2012 തുടങ്ങിയതാണ്. ഈ വർഷവും നമുക്ക് 135 സ്ഥലങ്ങളിൽ നിന്ന് വിഗ്രഹങ്ങൾ, അലങ്കരിച്ച വിഗ്രഹങ്ങൾ ഘോഷയാത്രയെ ഒറ്റപ്പാലം ടൗണിലെത്തുന്നു. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയാണ്. അതേപോലെ ഉണ്ണി മോന്തൻ, ശോഭാ സുരേന്ദ്രൻ, അഭിലാഷ് പിള്ള, വത്സൻ തില്ലങ്കിരി തുടങ്ങിയ നേതാക്കൾ, അതേപോലെ സിനിമാ മേഖലയിലുള്ള ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്ത് നമുക്ക് 130 സ്ഥലങ്ങളിൽ 180ഓളം വിഗ്രഹങ്ങളുണ്ടായിരുന്നു. നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ വിഗ്രഹങ്ങൾ തരുന്നത് രാഹുലിൻ്റെ അച്ഛൻ മനോഹരേട്ടൻ എന്നിവരാണ്. ഇവർ വളരെ ഭംഗിയായി, കൃത്യമായും വളരെ വൃത്തിയായിട്ടും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി തരുന്ന പാലക്കാടത്തെ പ്രമുഖ ശില്പിയാണ്. ഈ കുടുംബിലെ മനോഹരേട്ടനും രാഹുലും വർഷങ്ങളായി നമ്മൾ ഒറ്റപ്പാലത്തും ഗണേശോത്സവത്തിനും മറ്റു സ്ഥലങ്ങളിൽ, കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലേക്കും വിഗ്രഹങ്ങൾ നന്നായി ഉണ്ടാക്കി കൊടുത്ത് ജീവിക്കുന്ന ഒരു കലാകാരന്മാരും കൂടിയാണ്. അവരുടെ കലാകാരന്മാർക്ക് വേണ്ടിയുള്ള യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ അവർ കഷ്ടപ്പെടുന്ന ഒരു കുടുംബം കൂടിയാണ്. ഈ ഒരു ചില ശ്രീകൃഷ്ണ വിഗ്രഹം, വിനായക വിഗ്രഹങ്ങൾ ഇതൊക്കെ എത്തിയിട്ടാണ് അവർ ഉപജീവന മാർഗം നടത്തുന്നത്. അവർക്കുള്ള ഒരു സംരക്ഷണം കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക്സ്.